കാഴ്ചയില്ലാത്ത തീർത്തും അന്ധനായ ഒരു വൃദ്ധൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ യാചിക്കുകയായിരുന്നു. അയാളുടെ ഭിക്ഷാപാത്രത്തിൽ വളരെ കുറച്ച് പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുവഴി വന്ന ഒരു യുവാവ് വൃദ്ധന്റെ മുന്നിലുണ്ടായിരുന്ന കടലാസിലെ ആ വാചകം നോക്കി, ഞാനൊരു അന്ധനാണ്, ദയവായി എന്നെ സഹായിക്കൂ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. വൃദ്ധനോട് അനുവാദം വാങ്ങിച്ചിട്ട് യുവാവ് ആ കടലാസ് എടുത്ത് മറ്റൊരു വാചകം കൂടി എഴുതി ചേർത്തു. എന്നിട്ട് കൊടുത്തു. എന്നിട്ട് അയാൾ കടന്നുപോയി. അതിനുശേഷം ആ വഴി കടന്നു വന്നവരെല്ലാം ആ പാത്രത്തിലേക്ക് പണമിടാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം പാത്രം നിറഞ്ഞോ എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ലല്ലോ. കടലാസിൽ എന്തായിരിക്കും ഈ യുവാവ് എഴുതിയത്? വൃദ്ധൻ കൗതുകത്തോട് ആലോചിച്ചു. പക്ഷെ അന്ധനാണ്, അയാൾക്കത് കാണാൻ കഴിയില്ല. വന്നവരുടെ അയാൾ ചോദിച്ചു, എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ലോകം വളരെ മനോഹരമാണ്, പക്ഷെ എനിക്ക് മാത്രം അത് കാണാൻ കഴിയുന്നില്ല എന്നാണ് അയാൾ എഴുതിയിട്ട് പോയത്. ആ ചെറുപ്പക്കാരൻ തങ്ങളുടെ കാഴ്ച എന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓരോ ആളിനെയും ഓർമ്മിപ്പിച്ച അയാളുടെ വാചകം ഓരോ ആളിന്റെയും മനസ്സലിയിച്ചു, അവരുടെ ഹൃദയം അലിഞ്ഞു. അതുകൊണ്ട് അവർ പണം പെട്ടെന്ന് അയാൾക്ക് നൽകി. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കണം, എന്നാൽ അത് മറ്റുള്ളവരോട് പറയുന്ന രീതിയും ഭാഷയും പ്രയോഗിക്കുന്ന വാക്കുകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തന്നെയായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കാര്യം. എന്ത് കാര്യവും നമുക്ക് മാന്യമായ ലാംഗ്വേജ് സൗഹൃദത്തോടെ പറയാൻ പറ്റും. അതേ കാര്യം തന്നെ നമുക്ക് അരോചകമായിട്ട് ആൾക്കാർ അലോസരപ്പെടുന്ന രീതിയിൽ, ചൊറിയുന്ന രീതിയിലും പറയാൻ കഴിയും. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വാക്കുകളും അതിപ്രധാനമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഹൃദയം കൊണ്ട് സംസാരിക്കുക, തുറന്ന മനസ്സോടെ ജീവിക്കുക, സുതാര്യത ഉറപ്പുവരുത്തുക. Download ShareChat.